ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ്. പുറത്തു നിന്നും വാങ്ങാതെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഫുഡ് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചപ്പാത്തിയോ ബ്രെഡോ ഒക്കെ ഈ ജാം കൂട്ടി നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. അതിനായിട്ട് വേണ്ടത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 4 ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫുൾ എടുക്കുന്നില്ല, ഒരു പകുതി ബീട്രൂട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് നല്ല കളറും കിട്ടും. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലിട്ട് നമുക്കിത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതാ ഇപ്പം നമുക്ക് നോക്കാം. നമുക്കൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ബീറ്റ്റൂട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അത് നമുക്ക് ഈ അരച്ചുകൊണ്ട് വന്ന മിക്സ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ ഇത് മുഖത്തൊക്കെ തെറിക്കും. ഇത് തിളച്ച് നമ്മുടെ മുഖത്തൊക്കെ തെറിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 200 ഗ്രാമോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കൽക്കണ്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും. ഇത് നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്കത് കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഞാൻ ഒത്തിരി കുക്കിംഗ് വീഡിയോ, ഈവനിങ് സ്നാക്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് കൂടി തരിക. വെള്ളം എല്ലാം വറ്റി ജാമിൻ്റെ പരുവമായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ജാം ഇതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20-25 മിനിറ്റിനകത്ത് ഇത് കറക്റ്റ് പാകമായിട്ട് വരും. ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് നമുക്ക് അവസാനം ഇത് സെറ്റായിട്ട് നല്ല ഇതറിയാനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിലോട്ട് അല്പം ഇട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ചരിച്ച് കൊടുക്കുമ്പോൾ അത് ഒലിച്ചിറങ്ങത്തില്ല. അപ്പോഴറിയാം ഇത് കറക്റ്റ് ജാമിൻ്റെ പരുവമായി വന്നിട്ടുണ്ടെന്ന്. ഇതാണ് അതിൻ്റെ കണക്ക് പരുവം. ആ സമയത്ത് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും അഡീഷണലായിട്ട് ഇതിലൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമേ, നാരങ്ങ മാത്രമേ ഇത് അവസാനം ഒന്ന് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തണുത്തതിന് ശേഷം കുപ്പി ഏതെങ്കിലും നല്ല വെള്ളം നനവില്ലാത്ത കുപ്പി വേണം എടുക്കാൻ. ജാറിലോ ഏതിലെങ്കിലും ഒഴിച്ച് ഒട്ടും വെള്ളം നനവ് കാണരുത്. നമുക്ക് പുറത്ത് വെച്ച് ഒരാഴ്ച വരെ ഇരിക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഒത്തിരി നാളിത്
നമ്മുടെ കുട്ടികൾക്കായാലും ഇത് കഴിക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല നല്ല അടിപൊളി ജാമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചപ്പാത്തിയിലും ബ്രെഡിലുമൊക്കെ പുരട്ടി നമുക്കിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കാൻ താമസമുള്ള സമയത്ത് നമുക്കിതേപോലെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ട് നല്ല രുചിയാണ്. ഒട്ടും ബീട്രൂട്ടിൻ്റെ ഒരു ചെവയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മൾ പുറത്തുനിന്ന് പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്ത ജാമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.